ഗൈസ് ഇറ്റ്സ് മീ അമി ഫിഷി. നമ്മൾ എന്താ നോക്കാൻ പോകണമെന്ന് വെച്ചാൽ നമ്മൾ കുറേ ദിവസമായി ഇന്ന് ലോങ് വീഡിയോസൊക്കെ അപ്ലോഡ് ആക്കിയിട്ട് ഇന്ന് കുറേ ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യണം ഗൈസ്. അതിനെക്കൊണ്ട് നമ്മൾ കുറേ ഫിഷ് സോൾഡ് ആക്കിയിരുന്നു. കുറേ ഫിഷ് നമ്മൾ ഡെഡായി. എസ്പെഷ്യലി ഓസ്കർ, നമ്മളെ 3 ഓസ്കർ വന്നിട്ട് നമ്മളത് ഡെഡായിരുന്നു. ഇപ്പോൾ നമ്മൾ 4 ക്യാറ്റ് ഫിഷ് സോൾഡ് ആക്കി ഗൈസ്. ആൽബിനോ പിന്നെ ഒരു സ്പോട്ടഡ് അല്ലായിരുന്നു നമ്മളത്, അത് സോൾഡ് ആക്കി ഗൈസ്. ഇപ്പോൾ നമ്മളത്തുള്ളത് നൈറ്റ് ഫിഷും പിന്നെ ഒരു ഫ്ലോറോണോ സെയിലാക്കി, ഫീമെയിൽ ഫ്ലോറോണോ. നമ്മൾ അവിടുത്തെ ഏതാ ഫിഷസ് കഴിഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മൾ ഫുൾ ഫ്ലോറോൺ കളക്ഷൻ വെക്കാൻ പോകണം ഗൈസ്. അതിനുള്ള സെറ്റപ്പാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടുള്ളത് ഞാൻ. ഇപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഒരു 5 to 4 ഫ്ലോറോൺസ് നമ്മൾ മേടിക്കും ഗൈസ്. അത് നല്ല ഹെഡ് പോപ്പ് ഉള്ളത്. അതുകൊണ്ട് ഇപ്പോൾ എൻ്റെ ഏത് ഫിഷ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ഗൈസ് നമുക്ക് നോക്കാം. ഇപ്പം എൻ്റെ അടുത്ത് കറൻ്റ്ലി ഉള്ളത് പറഞ്ഞാൽ ഒരു ഷാർക്ക് ഉണ്ട് ഗൈസ്. നമ്മൾ അപ്പോൾ ആ വീഡിയോയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ എന്നിട്ട് ഒരു വൈറ്റ് ഷാർക്ക് ഉണ്ട്. പിന്നെ നമ്മൾ ഔട്ട്ഡോർ സെറ്റപ്പിൽ നിന്ന് എടുത്തിട്ടൊക്കെ ടാങ്ക് കാലായിട്ടുണ്ടാവും. മൂൺ ലൈറ്റ് ഗോരാമിയും പിന്നെ വന്നിട്ട് ഒരു ബ്ലൂ സ്പോട്ട് ഗോരാമിയും ഉണ്ട് ഗൈസ്. പിന്നെ ചെറുത് ആൽബിനോ ക്യാറ്റ് ഫിഷ് 2 ഉണ്ട് ഗൈസ്. ഇവിടെ ഒന്ന്. പിന്നെ ഈ ടാങ്ക് വന്ന് 2 empty ആയിട്ടുണ്ട് ഗൈസ്. ഇതിലാണ് നമ്മൾ ഫ്ലോറാണ് ഇത് 2 ഇത്. ഈ ഷാർക്ക് നമ്മൾ വെക്കണമെങ്കിൽ പറയാം ഗൈസ്, നമുക്ക് വെക്കാം. നമ്മൾ ഇതും സോൾഡ് ആക്കി കളയാം ഗൈസ്. പിന്നെ വന്നിട്ട് നമുക്ക് നമ്മൾ ഈ റെഡ് ടെയിൽ എവിടെ ഉണ്ടെന്ന് നമ്മൾക്ക് ചോദിച്ചിട്ടുണ്ടാവും. നമ്മൾ റെഡ് ടെയിൽ വന്നിട്ട് എവിടെയില്ല ഗൈസ്. നമ്മൾ റെഡ് ടെയിൽ ഇതാണ്ട് ഗൈസ്, നീ കാണിക്കാം എന്നൊക്കെ. നമ്മൾ റെഡ് ടെയിലൂടെ ഉണ്ട് ഗൈസ്. പുള്ളി നല്ല സെറ്റാണ് ഗൈസ്. ഇപ്പോൾ ഇവിടെ എങ്ങനെ വിളിക്കുമ്പോൾ നമ്മൾ ഫീഡിങ്ങിന് ചിലപ്പോൾ ഇപ്പോൾ വെള്ളം മാറ്റിയിട്ടുണ്ട്. ഇനി ഇത്ര സ്ട്രെസ്സിലാണത് പുള്ളി. അപ്പോൾ നമുക്ക് അത് നമ്മൾ ഔട്ട്ഡോറിലുള്ള ഫിഷ് സെറ്റപ്പ് കാണിക്കാം ഗൈസ്. ഗൈസ് ഇവിടെയാണ് നമ്മൾ സെറ്റപ്പ് വെച്ചിട്ടുള്ളത് ഗൈസ്. നമ്മളെ അക്വാറിയമിൻ്റെ ഇങ്ങനെ തുറന്ന് കാണിക്കാം അതിൻ്റെ സെറ്റപ്പ് എന്താണെന്ന്. ഇതിൽ നമ്മളെ പുള്ളി മിസ്റ്റർ ആഫ്രിക്കൻ ക്യാറ്റ് ഫിഷ് ഉണ്ട് ഗൈസ്. ഇതിൽ നമ്മളെ ഒരു മെയിൽ വീറ്റ് ഉണ്ട് ഗൈസ്. നമ്മൾ നോക്കില്ലേ, നല്ല കളറേഷനാണ് പുള്ളി. നോക്കില്ലേ, ഡംബോയറാണ്. പിന്നെ നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോണത് നമ്മളെ ഗപ്പീസ് കളക്ഷൻ. അത് ഇതിലാണ് ഗൈസ് ഉള്ളത്. നിങ്ങൾക്ക് ഞാൻ അതും കാണിക്കാം. ഇതാണ് ഗൈസ് ഗപ്പീസ് ഉള്ള സ്ഥലം. നോക്കില്ലേ ഗൈസ്, നമ്മളത് തോനെ ഗപ്പീസ് ഉണ്ടായി. നമ്മൾ കുറച്ച് സോൾഡ് ആക്കി ഗൈസ്. നമ്മളത് ഇത്ര ഗപ്പീസ് ഉള്ളൂ. അപ്പം നമുക്ക് ഇത് കാണിക്കാം. നമ്മളെ ഫീമെയിൽ പെറ്റ ഇതാണ് ഗൈസ്. നമ്മളെ ഫീമെയിൽ പെറ്റ. അപ്പം ഇത് എടുത്ത് വെച്ചിട്ട് കണ്ടിന്യൂ ചെയ്യാം ഗൈസ്. അത് പിന്നെ നമ്മൾ അത് ലോക്കാക്കി ഗൈസ്. നമുക്ക് നമ്മൾ ലാസ്റ്റ് നമ്മൾ സ്പോട്ടഡ് ക്യാറ്റ് ഫിഷ് കാണാൻ ഗൈസ് വരുമ്പോൾ കുറച്ച് ദൂരം നമ്മളിങ്ങനെ വന്നാൽ നമ്മളെ മോൺസ്റ്ററിനെ കാണാൻ ഗൈസ്. കാണാനില്ലല്ലോ വിചാരിക്കണ്ട, അവിടെ ഉണ്ട് ഗൈസ് പുള്ളി. ഉണ്ടല്ലേ, ഏകദേശം ഇപ്പോൾ ഒരു 1 feet ഉണ്ട് ഗൈസ്. ഈ ഗൈസ് ഞാൻ ഇത് എടുത്ത് കാണിക്കാം നിങ്ങൾക്ക്. ഈ ഗൈസ് എനക്കെല്ലാം എടുക്കേണ്ട വിചാരിച്ച ഭയങ്കര അഗ്രസീവാ. നോക്കില്ലേ,
ഏകദേശം 1 ഫീറ്റ് ഉണ്ട് ഗൈസ്. കളറേഷനൊക്കെ സൂപ്പറാണ് പുള്ളിൻ്റെ. ഇത് നമ്മൾ സെയിൽ ചെയ്യത്തില്ല ഗൈസ്, നമ്മൾ ഇവിടെ തന്നെ വെക്കാൻ പോകണം ഔട്ട്ഡോർ സെറ്റപ്പിൽ. അപ്പോൾ നമുക്ക് പോയിട്ട് നെക്സ്റ്റ് നോക്കാം. അത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. നമ്മൾ വൈൻഡപ്പ് ചെയ്യണം. ഒരു സബ്സ്ക്രൈബ്, ഒരു ലൈക്ക്, നമുക്ക് വന്നിട്ട് വീഡിയോ ഇടാൻ നെക്സ്റ്റ് പുതിയ വീഡിയോ ഇടാൻ ഒരു മോട്ടിവേഷൻ കിട്ടും ഗൈസ്. അതുകൊണ്ട് എല്ലാവരും വീഡിയോ നോക്കുന്ന കാര്യം മുന്നിൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്തിട്ട് നോക്കി ഗൈസ്. അത് നിങ്ങൾ ഒരു ലൈക്ക് നമുക്ക് ഒരു മോട്ടിവേഷനാണ് ഗൈസ്. പിന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്, നമ്മൾ നെക്സ്റ്റ് എന്തെന്ത് ഫിഷസാണ് വളർത്താൻ പോണത്, പിന്നെ എന്തെന്ന് നമ്മൾ സെറ്റപ്പ് ചെയ്യണം, അത് നമുക്ക് ചെയ്തേക്കാം ഗൈസ്. ഇതുവരെയും കാണാം. ബൈ, ഇറ്റ്സ് മീ യുവർ അമീർ ഫിഷ്.